ഒരു വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2025 ഏപ്രിൽ 7, IPL-ൽ ഇന്ത്യയുടെ വമ്പന്മാർ നേർക്കുനേരെത്തിയ പോരാട്ടം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടു ടീമുകളിലായി എത്തിയതോടെ ആരാധകരും ഇരുവരുടെയും ശക്തി പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാൻ വാങ്കഡയിൽ തടിച്ചുകൂടി. എന്നാൽ അവർ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമായിരുന്നു മത്സരശേഷം നടന്നത്. അതും വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും. വീണ്ടും ഒരു മുംബൈ ബാംഗ്ലൂർ മത്സരത്തിന് കളമൊരുങ്ങുമ്പോൾ, അതും വാങ്കഡയിൽ തന്നെ ആകുമ്പോൾ, കോഹ്ലിക്ക് മറുപടി നൽകാൻ കാത്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസും അവരുടെ ആരാധകരും. അന്ന് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ RCBക്കായി 42 പന്തിൽ 67 റൺസുമായി വിരാട് കോഹ്ലി നിറഞ്ഞാടി. ഈ കാര്യത്തിൽ ബാംഗ്ലൂർ 200 കടന്ന മികച്ച ടോട്ടലിലും എത്തി. 222 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈയും വിട്ടുകൊടുത്തില്ല. രോഹിത് അടക്കം മുൻനിര താരങ്ങൾക്ക് കൃത്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും മധ്യനിര അവസരത്തിനൊത്ത് ഉയർന്നു. അർദ്ധ സെഞ്ചുറിയോടെ തിലക് വർമ്മയും 15 പന്തിൽ 42 റൺസ് എടുത്ത ഹാർദിക്കും കളം നിറഞ്ഞപ്പോൾ വിജയലക്ഷ്യം മുംബൈക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തി. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് 19 റൺസ്. കൃണാൽ പാണ്ഡ്യയുടെ ആദ്യ പന്തിൽ തന്നെ മിച്ചൽ സാന്റ്നർ പുറത്ത്. രണ്ടാമത്തെ പന്തിൽ ദീപക് ചാഹറിന്റെ വിക്കറ്റും എടുത്ത RCB മത്സരത്തിലെ മേധാവിത്വം ഉറപ്പിക്കുന്നു. 2 പന്തിൽ 13 വേണമെന്നിരിക്കെ നമൻ ധീറും പുറത്ത്. അവസാന പന്തും അവസാനിപ്പിച്ച മുംബൈക്കെതിരെ ബാംഗ്ലൂർ വിജയം ആഘോഷിച്ചപ്പോൾ വല്ലാതെ മതിമറന്നു വിരാട് കോഹ്ലി. കോഹ്ലിയുടെ അർമാദം നോക്കി നിൽക്കാനേ വാങ്കഡയിൽ തടിച്ചുകൂടിയ മുംബൈ ആരാധകർക്ക് സാധിച്ചുള്ളൂ. തോൽവിയിൽ പതറി നിന്ന ഗാലറിയിലെ നീലക്കടലിനെ നോക്കി ആംഗ്യങ്ങൾ കാട്ടി ആക്രോശിച്ചു വിരാട് കോഹ്ലി. ടെലിവിഷൻ സ്ക്രീനിൽ കോഹ്ലിയുടെ ദൃശ്യങ്ങളോടൊപ്പം ഇരുവശങ്ങളിലുമായി 2 മുഖങ്ങളും സ്വിച്ച് ചെയ്തിരുന്നു. ഒന്നാമത്തെയാൾ നായകൻ ഹാർദിക് പാണ്ഡ്യ, രണ്ടാമത്തെയാൾ രോഹിത് ശർമ്മ. ആ ദൃശ്യങ്ങൾ ചരിത്രത്തിലേക്ക് ചേർക്കപ്പെട്ടു. 2 സിക്സറിനകലെ മുംബൈയുടെ ജയം അവസാനിച്ചപ്പോൾ വാങ്കഡെ വല്ലാതെ വേദനിച്ചു. അതിലും നീറ്റലായിരുന്നു കോഹ്ലിയുടെ ആ ആഘോഷം. മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോരിന് വാങ്കഡെ വീണ്ടും ഉണരുമ്പോൾ മറുപടി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ദൈവത്തിന്റെ പോരാളികൾ. ഇരു ടീമിനെയും സംബന്ധിച്ച ജയത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം കൂടിയാണിത്. 15 വയസ്സുകാരൻ വൈഭവ് അടിച്ചൊതുക്കിയതിന്റെ ക്ഷീണം 2 ടീമുകൾക്കുമുണ്ട്. ജയത്തോടെ തിരിച്ചു വന്ന ആരാധകരുടെ വിശ്വാസം കാക്കാനും കൂടിയാകും ഇരുപക്ഷത്തു നിന്നുള്ള ശ്രമങ്ങൾ. അതേസമയം ഈ മത്സരം ജീവൻ കൊടുത്തും ജയിക്കുക എന്നത് മുംബൈക്ക് അനിവാര്യമാണ്. പോയിന്റ് പട്ടികയിൽ ഹാർദിക്കിന്റെ സംഘം അവസാന സ്ഥാനങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഹാട്രിക് തോൽവി എന്ന വലിയ നാണക്കേടും മുംബൈയുടെ തലയ്ക്ക് മീതെ കറങ്ങുകയാണ്. ഈ മത്സരത്തിൽ ജയമാർക്ക് എന്നത് പ്രവചനാതീതം. ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരയുള്ള 2 ടീമുകളാണ്. 9ാം നമ്പർ വരെ നീളുന്ന ബാറ്റിംഗ് ഡെപ്താണ് ഇരു ടീമുകൾക്കും അവകാശപ്പെടാനുള്ളത്. രാജസ്ഥാനെതിരായ മത്സരം നോക്കിയാൽ അത് മനസ്സിലാകുകയും ചെയ്യും. 94-ന് 6 എന്ന ഘട്ടത്തിൽ വീണ ബംഗളൂരു തങ്ങളുടെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസിലാണ്. 9ാമനായി ക്രീസിലെത്തിയ ഇമ്പാക്ട് പ്ലെയർ വെങ്കടേഷ് അയ്യർ നിലവിലെ ചാമ്പ്യന്മാരുടെ ഇത്തവണത്തെ പ്രകടനങ്ങൾ എടുത്താൽ അഗ്രസീവ് ക്രിക്കറ്റിന്റെ പര്യായമാണ്. വിരാട് കോഹ്ലിയിൽ തുടങ്ങുന്ന മേളം കൊട്ടിക്കയറി അവസാനിക്കുമ്പോഴേക്കും 3 മത്സരങ്ങളിലും 200 കടന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അത് അവസാനിക്കുന്നത് 250-ലാണ്. ഹൈദരാബാദ് ഉയർത്തിയ 202 റൺസ് മറികടന്നത് 94 പന്തിലും. മുംബൈയുടെ കാര്യവും വ്യത്യസ്തമല്ല. കൊൽക്കത്തയെ എങ്ങനെയാണ് മുംബൈ കീഴടക്കിയതെന്ന് ക്രിക്കറ്റ് ലോകം കണ്ടതാണ്. ഡൽഹിയോടും രാജസ്ഥാനോടും പരാജയപ്പെട്ടെങ്കിലും എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു പേര് പോലും മുംബൈയുടെ ബാറ്റിംഗ് നിരയിലില്ല. 7 ഹാർഡ് ഹിറ്റർമാരും 2 ഓൾറൗണ്ടർമാരും അടങ്ങുന്ന ബാറ്റിംഗ് നിര. രോഹിത് ശർമ്മയിൽ ആരംഭിക്കുന്നത് എത്തി നിൽക്കുന്നത് ദീപക് ചാഹറിൽ. ബംഗളൂരുവിന്റെ അത്ര ആക്രമണകാരികൾ മുംബൈക്കുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഒട്ടും പുറകിലില്ല എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും രോഹിത്തിന്റെ റീഎൻട്രി മാസ് കാണിച്ചാണ്. സൂര്യകുമാർ യാദവും തിലക് വർമ്മയുമാണ് അല്പം ആശങ്ക. റണ്ണെടുക്കുന്ന പിച്ചാണെങ്കിലും വാങ്കഡയിൽ ജസ്പ്രീത് ബുംറ അത്ഭുതം കാട്ടുമെന്ന് ഉറപ്പ്. മാത്രമല്ല, ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും കഠിനാധ്വാനം ചെയ്യാൻ നായകൻ ഹാർദിക് പാണ്ഡ്യയുമുണ്ട്. മറുവശത്തും ഈ പേരുകൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്നവരുണ്ട്. ജോഷ് ഹേസൽവുഡിന്റെ മടങ്ങിവരവ് തന്നെ ബംഗളൂരുവിന് ആത്മവിശ്വാസമാണ്. ഒപ്പം ഭുവനേശ്വർ കുമാറുമുണ്ട്. പക്ഷേ ഇരുവർക്കും അപ്പുറം ഒരു കൃണാൽ പാണ്ഡ്യ മാത്രമാണ് ആവനാഴിയിൽ ബാക്കിയുള്ളത്. ബാറ്റിംഗിൽ മുൻതൂക്കം ബംഗളൂരുവും ബൗളിംഗിൽ മുംബൈയും മേൽക്കൈ സ്ഥാപിക്കുന്നു. എന്തായാലും പോയിന്റ് ടേബിളിൽ മാന്യമായ സ്ഥാനത്തെത്താനും വാശിയേറിയ പോരാട്ടത്തിൽ തലകുനിച്ച് മടങ്ങിപ്പോകാതിരിക്കാനും ജയത്തിൽ കുറഞ്ഞ് ഒന്നും ചിന്തിക്കാനില്ല ഇരു ടീമുകൾക്കും.